മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 118 സങ്കീർത്തനം 17 തിരുവചനം. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തകന്റെ വിശ്വാസവും തീരുമാനവുമാണിത്. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഇത് വലിയ വിശ്വാസമാണ്. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഇത് ഉന്നതമായ തീരുമാനമാണ്. ഈ വചനം തരുന്ന ഉറപ്പിൽ പൂർണ്ണമായും ആശ്രയിക്കുക. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് മരണഭയം മൂലം ജീവിക്കുന്ന 10,000 വേണ്ടിയാണ്. ഇന്ന് അനേകം ജീവിതങ്ങള് മരണഭയത്തിന്റെ പിടിയിലാണ്. ഈ കെട്ടുകൾ പൊട്ടി യേശു നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ സകല വേദനകളെയും, നമ്മുടെ കുടുംബങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെയും, നമ്മളെ അലട്ടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ആയുസ്സിന്റെ ഉറപ്പ്. മരണഭയത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. രോഗശാന്തികൾ വെളിപ്പെടട്ടെ. ഹൃദയ തകർച്ചകൾ മാറട്ടെ. വർഷങ്ങളായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളിൽ കർത്താവെ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവാനുഗ്രഹം നദി പോലെ നിറഞ്ഞൊഴുകട്ടെ. കൃപയുടെ സാന്നിധ്യം അഗ്നിയായി കത്തട്ടെ. ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ജനകോടികളെ കർത്താവേ കരമുയർത്തി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി പാടി പ്രാർത്ഥിക്കുക. ഇന്നോളം കർത്താവ് നൽകിയ സകല നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, ദൈവം നടത്തിയ വഴികളെ ഓർത്ത്, പരിപാലിച്ച നിമിഷങ്ങളെ ഓർത്ത് ഹൃദയം തുറന്ന് നന്ദിയോടെ പാടി ആരാധിച്ച്. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. 10,000ങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിന് അഭിഷേകമായി ഇറങ്ങി വരുന്ന സമയം. വിവിധങ്ങളായ ഭയങ്ങളിൽ നിന്ന് യേശു നമ്മെ വിമോചിപ്പിക്കുകയാണ്. കർത്താവെ പ്രവർത്തിക്കണമേ. ആയിരങ്ങളിൽ, 10,000ങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. കരമടിച്ച് ഒരുമിച്ച് പാടുന്നു. സ്നേഹത്തോടെ കർത്താവിനോട് പറഞ്ഞെല്ലാവരും. സ്വന്തം ജീവൻ തന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായി എന്നെ ഏറ്റവൻ. യേശുവേ, ഞാനതിൽ അഭിമാനിക്കുന്ന കർത്താവേ, എന്നെ രക്ഷിച്ചതിനായി, എന്നെ വീണ്ടെടുത്തതിനായി നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും. നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കൂ. ചെയ്ത നന്മകളെ ഓർത്ത്
ജീവനെ ഓർത്ത്, നിത്യജീവനെ ഓർത്ത് എല്ലാവരും ഒരുമിച്ച് യേശുവേ നീ രക്ഷകൻ ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. ആ തീരുമാനത്തോടെ പാടുക എല്ലാവരും. നീ രക്ഷകൻ ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നിൻ സാക്ഷിയായി. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് ശക്തിയോടെ. കണ്ണുനീരിൽ നിന്നും എന്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എന്റെ കാലുകളെ, പരസ്പരം മുഖത്തോടെ മുഖം നോക്കി പുഞ്ചിരിച്ച് അഭിഷേകത്തോടെ പാടുകയെ. നിന്നും എന്റെ കാലുകളെ, മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ പകരുക. യേശുവേ നീ രക്ഷകൻ ആർത്തുപാടിയിടും ഞാൻ. യേശുവേ സാക്ഷിയാ ജീവിച്ചിടും ഞാൻ. ജീവിച്ചിടും ഞാൻ. സ്വരമുയർത്തി നിന്റെ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. ഇരുകരങ്ങളും സ്വർഗത്തിലേറ്റി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ശബ്ദത്തോടെ കർത്താവായ യേശുവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. സകല ഭയത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉലാത്തണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ പ്രഭയാൽ സകല അന്ധകാരാധിപത്യ അധികാര ശക്തികൾ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തകർന്നുപോയ കുടുംബങ്ങൾ പുനഃസ്ഥാപിതമാകട്ടെ. മരണഭയത്തോടെ ദുഃഖിതരായി നിരാശിതരായി കഴിയുന്ന ആയിരങ്ങളുടെ മേൽ കർത്താവേ കരമുയർത്തണമേ. മരണഭയത്തിന്റെ സകല അടിമത്തങ്ങളെയും അഴിച്ചു മാറ്റണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ധീരതയുടെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി ആയിരങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബ്ലെസ് 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 ലോർഡ്. പാലസ്തീനയിലൂടെയും കഫർനാമിലൂടെയും ഉലാത്തിയ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് ഉലാത്തണമേ. യേശുവിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ കണ്ണീര് കണ്ട് അവരനുഗ്രഹിക്കണമേ. കർത്താവേ, കരമുയർത്തണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ ബലമുള്ളവരാകട്ടെ, ഞങ്ങൾ ആത്മനിറവുള്ളവരാകട്ടെ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഈ നാളുകളിൽ വളരെ പ്രാധാന്യതയുള്ള സന്ദേശമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവാണ് ആയുസ്സിന്റെ ഉറപ്പ്. കർത്താവാണ് ആയുസ്സിന്റെ ഉറപ്പ്. ഇന്ന് അനേകം ജീവിതങ്ങള് നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നടുവിലാണ്. അനേകരുടെ ദുഃഖത്തിനുള്ള ഒരു കാരണം മരണഭയമാണ്. ഈ അടുത്ത നാളുകളിൽ അനേകരുമായി സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, സഹോദര പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ മരണഭയത്തിൻ്റെ പിടിയിലാണ്, ഞങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വവുമില്ല. പലരും പറയാറുണ്ട്, ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, ഇതെൻ്റെ അവസാനമാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരാ ഉള്ളത്, എൻ്റെ കുടുംബം അനാഥമാകും, എൻ്റെ ജീവിതം തീർന്നല്ലോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരും, ഞാൻ അപകടത്തിൽപ്പെട്ട് മരിക്കും എന്ന് വേണ്ട വ്യത്യസ്തങ്ങളായ നിലകളിൽ
മരണഭയത്തിൽ ജീവിക്കുന്ന അനേകം ആയിരങ്ങള് ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ഈ ശുശ്രൂഷയിലും ഈ വിധം വേദനയോടെ ജീവിക്കുന്ന ആയിരങ്ങളെ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, നീ മരണഭയത്തിൻ്റെ പിടിയിലാണ്. ദൈവമായ കർത്താവ് ഈ വിഷയത്തുള്ള ബന്ധത്തിൽ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വാക്കു പറഞ്ഞ് ചതിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം തിരുവചനം, അവിടുന്നാണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് ദൈവമായ കർത്താവാണ്. ഈ ലോകമല്ല, മെഡിക്കൽ സയൻസ് അല്ല, ഡോക്ടേഴ്സ് പറയുന്ന വാക്കുകളല്ല, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചിന്താഗതികളല്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ് ദൈവമായ കർത്താവാണ്. ഇതൊരു വെളിപാടായി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ മരണഭയം നമ്മളെ വിട്ടകലും. ഒരിക്കൽ ഒരു മകളും അമ്മയുമായി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വന്നു. അതിന് മകള് വേദനയോടുകൂടി പറഞ്ഞു, ഞങ്ങളുടെ അമ്മ കുടുംബത്തിനൊരു അനുഗ്രഹമായിരുന്നു, ഭയങ്കര പ്രസരിപ്പും ആനന്ദവും, അമ്മയുടെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. എന്നാൽ ഈ 4-5 മാസങ്ങളായി അമ്മ അധികം സംസാരിക്കില്ല. അമ്മ എപ്പോഴും ദുഃഖിതയാണ്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അമ്മ ഇങ്ങനെ സമയം കളയുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, കേട്ടത് ശരിയാണോ? ഉടനെ അമ്മ വളരെ സങ്കടത്തോട് എന്നോടുകൂടി പറഞ്ഞു, ഈ 4-5 മാസങ്ങളായി ഞാൻ വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഞാൻ മരിക്കുമോ, ഞാൻ ഇപ്പം മരിക്കും. ഈ ഒരു ചിന്ത ഈ അമ്മയെ പിടികൂടിയിരിക്കുക. ജീവിതത്തിന്റെ ആനന്ദം നഷ്ടപ്പെട്ട് വളരെ ദുഃഖാർത്ഥയായി ആ അമ്മ ജീവിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ എൻ്റെ ചിന്ത, ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയില്ല, ഈ രാത്രി എൻ്റെ അവസാനത്തെ രാത്രിയാണ്, ഞാൻ മരണത്തിലേക്ക് പോവുകയാണ്. ഞാൻ വളരെ അസ്വസ്ഥതയായിട്ടാണ് ഓരോ രാത്രിയും ഉറങ്ങുവാനായി പോകുന്നത്. എനിക്ക് അമ്മയുടെ ദുഃഖത്തിൻ്റെ നൊമ്പരം അല്പം മനസ്സിലായി. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഈ അമ്മയുടെ മാത്രം അനുഭവമല്ല. ഇന്ന് ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ മരണഭയത്തിൻ്റെ കളകൾ പിശാച് വിതച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കുടുംബജീവിതത്തിന് ആനന്ദം നഷ്ടപ്പെടുത്തുവാൻ. കർത്താവിൻ്റെ സ്വസ്ഥതയിൽ ജീവിക്കേണ്ട നമ്മളിൽ സമാധാനം കെടുത്തിക്കളയുവാൻ. ഭയത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ആകുലതയുടെയും നൊമ്പരങ്ങളിൽ നമ്മുടെ ജീവിതം മുങ്ങിത്താഴുവാൻ മരണഭയത്തിൻ്റെ കയറുകൊണ്ട് അനേകം ജീവിതങ്ങളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുക. ഇന്നത്തെ ശുശ്രൂഷയുടെ ആ കെട്ട് കർത്താവ് പൊട്ടിക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? 138-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. സങ്കീർത്തകന്റെ വലിയ പ്രത്യാശയാണിത്. എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ നിശ്ചയം അവിടുന്ന് നിറവേറ്റും. അത് തടയുവാൻ, അതിനെ തകർക്കുവാൻ ഒരു പിശാചിനും ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ജീവിത പങ്കാളി, സഹോദരി സഹോദരങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരുമാകട്ടെ, അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിശ്ചയം നിറവേറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ഓൾമൈറ്റി ഗോഡ്, എൽ ഷദായ്, സർവശക്തനായ ദൈവം. ഇത് പറയുന്നത് ഒരു വഴിപോക്കനല്ല, ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയല്ല. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വചനം കൊണ്ട് ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ച വലിയവനായ ദൈവം നമ്മെ നോക്കിക്കൊണ്ട് പറയാം, മകനെ മകളെ,
നിന്നെക്കുറിച്ചുള്ള എൻ്റെ നിശ്ചയം നിറവേറ്റുവാൻ ഞാൻ സർവശക്തനാണ്. ഈ ഒരു തിരിച്ചറിവ് സകല ഭയങ്ങളിൽ നിന്നും നമുക്ക് വിമോചനം തരും. നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കാണാൻ കഴിയുന്നൊരു വചനമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തിനാണ് ആവർത്തിച്ച് 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 നമ്മുടെ കർത്താവ് ഇത് നമ്മോട് പറയുന്നത്? നമ്മളെല്ലാം പല വിധത്തിലും ഭയമുള്ളവരാണെന്ന് കർത്താവിന് അറിയാം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 26, 27 തിരുവചനങ്ങൾ. കൊടുങ്കാറ്റിൽപ്പെട്ട് വഞ്ചി വല്ലാതെ ആടി ഉലയുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവരെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുക. അവർ മരണഭയത്തിലാണ്. ഈ സമയത്താണ് വെള്ളത്തിന് മുകളിലൂടെ ഭൂതമാണ് വരുന്നത് കണ്ട് അവർ കൂടുതൽ ഭയചകിതരായി. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മാനസിക അവസ്ഥ കർത്താവ് മനസ്സിലാക്കി. പ്രിയ സഹോദര സഹോദരി, നമ്മൾ അനുഭവിക്കുന്ന ഈ നൊമ്പരം കർത്താവ് കാണുന്നുണ്ട്. മരണഭയം. ഞാൻ മരിക്കുമോ, ഞാൻ മരിക്കുമോ, എൻ്റെ ജീവിതം അവസാനിച്ചെന്ന് തോന്നണേ, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. വിട്ടുമാറാത്ത ചില മാറാ രോഗങ്ങളുമായി, ചിലപ്പോൾ ക്യാൻസർ ആകാം, എന്തുമാവട്ടെ. ഡോക്ടേഴ്സ് പറഞ്ഞു കാണാം, നിനക്ക് 6 മാസം കൂടെയുള്ളൂ, 8 മാസം കൂടെയുള്ളൂ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല, ഇനി പ്രാർത്ഥിക്കുക, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. മെഡിക്കൽ സയൻസ് നിന്നെ വിട്ടുകളഞ്ഞിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നമ്മുടെ മനസ്സിൻ്റെ സകല വേദനകളെയും കാണുന്നൊരു ദൈവമാണ് നമ്മുടെ യേശു. നമ്മുടെ വേദനകളെ മറികടന്ന് പോകുവാൻ കർത്താവിന് സാധിക്കില്ല. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. കർത്താവിൻ്റെ ശബ്ദം അവരെ ധൈര്യമുള്ളവരാക്കി. അവരുടെ ഭയം മാറി, അവരുടെ നിരാശ മാറി, അവരുടെ ദുഃഖം മാറി, അവർ ബലമുള്ളവരായി മാറി. പത്രോസ് കർത്താവിനോട് പറയും, കർത്താവേ, അത് നീയാണെങ്കിൽ ഞാനും ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒന്ന് നടന്നോട്ടെ. കർത്താവിൻ്റെ വചനങ്ങള് നമ്മളെ ധീരരാക്കും. ഇതാണ് 91-ാം സങ്കീർത്തനം. നിന്റെ പാർശ്വങ്ങളിൽ 1000-ങ്ങളും നിന്റെ വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണേക്കാം, എങ്കിലും മകനെ, മകളെ, നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. സകല അനർത്ഥങ്ങളിൽ നിന്നും നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവാണ് നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് കർത്താവ് പ്രവർത്തിച്ച ഒരു വലിയ അത്ഭുതം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ചങ്ങനാശ്ശേരി ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരിലോട്ട് രാത്രിയിൽ യാത്രയാവുകയാണ്. കാർ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വൈറ്റില എന്ന സ്ഥലത്തെത്തി. വൈറ്റില കഴിഞ്ഞ് കളമശ്ശേരിയിലേക്കുള്ള ബൈപ്പാസ് യാത്രയിലെ മഴ ഇങ്ങനെ അല്പമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി 2 മണി സമയം, പാതിര സമയമാണ്. വളരെ വേഗതയിലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഈ റോഡിൻ്റെ സൈഡിൽ അല്പം വെള്ളം കിടപ്പുണ്ടായിരുന്നു. അത്ര വലിയ വെള്ളക്കെട്ടൊന്നല്ല, കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ വാഹനം കയറിയ നിമിഷത്തിൽ സ്റ്റിയറിംഗിന്റെ കൺട്രോൾ പോയി, വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടുപോയി. വാഹനം പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ്, ഇന്നോവ കാർ ആയിരുന്നു, ആ കാർ അങ്ങ് തിരിഞ്ഞ് അത് വേറെ എതിർ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ആ ഡയറക്ഷനിൽ കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു കെട്ടുണ്ട്. ആ കെട്ടിൽ പോയി ഇടിച്ച് കാറ് തകരുമായിരുന്നു. അതിന് അടുത്തെത്തി കഴിഞ്ഞപ്പോൾ റിവേഴ്സിംഗ് ഇടാതെ തന്നെ കാറ് പെട്ടെന്ന് പുറകിലോട്ട് വരികയാണ്. ആരോ കാറിനെ പിടിച്ച് വലിക്കുന്നത് പോലെ പുറകിലോട്ട് വന്ന സമയത്ത് പുറകിലും ഇതുപോലെ കല്ലുകൊണ്ടൊരു കെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിന്മേൽ വണ്ടി ഇടിക്കാതിരിക്കാൻ ഏണും കോണുമായി റോഡിൽ മധ്യഭാഗത്ത് ഈ വണ്ടി ഇങ്ങനെ ആരെ പിടിച്ച് നിർത്തിയതുപോലെ വണ്ടി നിൽക്കുകയാണ്. 100-120 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പാഞ്ഞു വന്നുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നാഷണൽ ഹൈവേ ആണ്. ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന സമയം കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നാൽ ആ നിമിഷത്തിൽ ഒരൊറ്റ വണ്ടി പോലും വരാതെ, അതിന് തൊട്ട് നിമിഷം മുൻപ് അനേകം വണ്ടികൾ ഞങ്ങളുടെ മുൻപിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപകട സമയത്ത് വണ്ടി പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഹൈവേയിൽ ഇതുപോലെ വട്ടം തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി പോലും എതിർ ദിശയിൽ നിന്ന് വരാതെ, 2 ദിശയിൽ നിന്ന് വരാതെ ദൈവമായ കർത്താവ്
തന്റെ സംരക്ഷകരെ കരം നീട്ടി ഞങ്ങളെ എല്ലാം സുരക്ഷിതരായി കാത്തു സൂക്ഷിച്ചു. എന്റെ സഹോദര സഹോദരി, അറിയാതെ ഹൃദയം നിറഞ്ഞ് പാടിപ്പോയി, മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. ഈ സമയത്ത് ഞങ്ങളെ തൊട്ടു പുറകെ നിന്ന് മറ്റൊരു വാഹനം വന്ന് കൂട്ട ഇടി നടക്കും. ഹൈവേ ആണ്, ഇഷ്ടംപോലെ വാഹനങ്ങൾ വരുന്ന സമയമാണ്. ഇടി നടന്നിരുന്നുവെങ്കിൽ അത് വലിയൊരു അപകടമായി, ഒരു ദുരന്തമായി മാറിയാണ്. എന്നാൽ ഒരു വാഹനം പോലും വരാതെ കർത്താവിന്റെ കരം അതിനെ നിയന്ത്രിക്കുകയാണ്. ഈ വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു, കർത്താവാണ് നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്. നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്, നമ്മളെ കുറിച്ചുള്ള നിശ്ചയം കർത്താവ് നിറവേറ്റും. അത് നിറവേറ്റാതെ നമ്മൾ ആരും ഈ ലോകം വിട്ട് നമ്മുടെ നിത്യഭവനത്തിലേക്ക് യാത്രയാവുകയില്ല. എൻ്റെ സഹോദര സഹോദരി, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങളും നിന്റെ വലതുവശത്ത് 10,000 മരിച്ചു വീണാലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. കാരണം നീ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവിടുന്ന് ഒളിപ്പിച്ചിരിക്കുക. 31-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം അതാ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിച്ചിരിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന് വലിയൊരു പൊതിച്ചൽ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് കാണുവാൻ കഴിയാത്ത അദൃശ്യമായ ദൈവ തേജസ്സിന്റെ ഒരു വേലി നമുക്ക് ചുറ്റും കർത്താവ് കെട്ടിയിട്ടുണ്ട്. ആ വേലി ഭേദിക്കുവാൻ ഒരു നാരിക ശക്തിക്കും സാധിക്കില്ല, ഒരു മാറാ രോഗത്തിനും സാധിക്കില്ല, ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. കാരണം അത് കർത്താവാണ് നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്നത്. നമ്മൾ ആ വേലിക്കകത്താണ്. എന്തുമാത്രം അപകടങ്ങളിലൂടെ, എന്തുമാത്രം തകർച്ചകളിലൂടെ, മരണത്തിന്റെ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ നമ്മൾ കടന്നുപോയി. എന്നാൽ നമ്മൾ മുങ്ങിപ്പോകുവാൻ, നമ്മൾ തകർന്നു പോകുവാൻ കർത്താവ് ഇന്നോളം അനുവദിച്ചിട്ടില്ല. എന്താ ഇതിന്റെ കാര്യം? അവിടുന്ന് നമ്മെ തൻ്റെ സാന്നിധ്യത്തിന് മറവിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഒരു മിഷണറി പറഞ്ഞ അനുഭവം. അദ്ദേഹം കർത്താവിൻ്റെ സുവിശേഷമായി രാജസ്ഥാനിലേക്ക് പോയി. താൻ ശുശ്രൂഷ ചെയ്ത് രാത്രി ഉറങ്ങുവാൻ കടന്നു വന്നു. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു പഴയ കെട്ടിടമായിരുന്നു. നല്ല സൗകര്യങ്ങളുള്ള കെട്ടിടമാണ്, പക്ഷെ ബിൽഡിങ്ങിനെ കുറിച്ച് പഴക്കമുണ്ടെന്ന് മാത്രം. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉറങ്ങുവാനായി കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതിശക്തമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കർത്താവ് തൊട്ടുണർത്തി. അദ്ദേഹം ഒരു മൃദുവായ ശബ്ദം കേട്ടു, നീ എഴുന്നേൽക്കുക, നീ ടോയ്ലറ്റിലോട്ട് പോവുക. അദ്ദേഹം ചിന്തിച്ച്, ഞാൻ ഇതിനിപ്പോൾ എഴുന്നേൽക്കണേ, എനിക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ വീണ്ടും അദ്ദേഹത്തെ ആരോ ഫോഴ്സ് ചെയ്യാണ്, നിർബന്ധിക്കുകയാണ്. മൈ സൺ, എൻ്റെ മകനെ, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക, നീ ടോയ്ലറ്റിലോട്ട് പോവുക. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്. അദ്ദേഹം ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുവാൻ 2 അടി മുന്നോട്ട് വെച്ച നിമിഷത്തിൽ അദ്ദേഹം ബെഡിൽ കിടക്കുന്നതിന് തൊട്ടു മുകളിൽ വളരെ പഴക്കമുള്ള ഒരു വലിയ ഫാനുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഫാനൊന്നല്ല, വളരെ പഴക്കമുള്ളത്. അതിന് ഓരോ ലീഫും അതുപോലത്തെ വീതിയും നീളവുമാണ്. ഭയങ്കരമായ ശബ്ദത്തോടെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. വളരെ പഴക്കമുള്ള ഒരു ഫാൻ. ആ ഫാൻ പൊട്ടിച്ചാടി ഈ ബെഡിലേക്ക് വീഴുകയാണ്. അദ്ദേഹം ആ ബെഡിൽ കിടന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഈ ഫാൻ വന്ന് വീണ് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ കൂട് തകർന്ന് തത്സമയം ആ ദൈവദാസൻ അവിടെ മരിച്ചു പോകുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ തന്റെ ജ്ഞാനത്തിൽ കണ്ടുകൊണ്ട് തന്റെ ദാസനെ സംരക്ഷിക്കുകയാണ്. ഒരു അന്ധകാര ശക്തികൾക്ക് വിട്ടുകൊടുക്കാതെ കർത്താവിന്റെ ദാസന്മാരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ കർത്താവിന്റെ കരമുയർന്നു. കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് ജസ്റ്റ് ടോയ്ലറ്റിലോട്ടൊന്ന് പോവുക. അത്ഭുതകരമായി ദൈവം തന്റെ ദാസനെ സംരക്ഷിച്ചു. ഈ മിഷണറി അനുഭവം പറയുന്നത് കേട്ടപ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം നിറഞ്ഞു.
എൻ്റെ സഹോദര സഹോദരി, ഇത് നമ്മുടെ അനുഭവങ്ങളല്ലേ? എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, എന്തുമാത്രം ദുരിതങ്ങളിൽ നിന്ന്, എന്തുമാത്രം നമ്മൾ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിൽ നിന്ന് പോലും കർത്താവ് കരം പിടിച്ചുയർത്തിയ അനേകം ജീവിതങ്ങള് ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഈ ശുശ്രൂഷയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ ഇതിന്റെ കാരണം? പരിശുദ്ധാത്മ പറയുകയാണ്, കർത്താവാണ് ആയുസ്സിന്റെ ഉറപ്പ്. 102-ാം സങ്കീർത്തനം 24-ാമത്തെ വചനം നമ്മൾ എന്നും പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. അവിടെ സങ്കീർത്തകൻ ഹൃദയനുറുക്കത്തോടെ കർത്താവിനോട് പറയുകയാണ്, സംവത്സരങ്ങൾക്ക് അറുതിയില്ലാത്ത എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ആയുസ്സിന്റെ മധ്യേ വെച്ച് എന്നെ എടുക്കരുത്. സംവത്സരങ്ങൾക്ക് അറുതിയില്ലാത്ത എൻ്റെ കർത്താവേ, എൻ്റെ ആയുസ്സിന്റെ മധ്യേ വെച്ച് അവിടുന്ന് എന്നെ എടുക്കരുതേ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകന് ഉത്തമമായി ബോധ്യമുണ്ടായിരുന്നു, കർത്താവാണ് എൻ്റെ ആയുസ്സിന്റെ ഉറപ്പ്. നിരാശ വിട്ടുകളഞ്ഞ് ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്ക്, അത്ഭുതങ്ങൾ കാണും. മരണഭയത്തിൽ ജീവിച്ച് നിന്റെ ജീവിതം നരകതുല്യമാക്കാതെ, അവരും ഇവരും പറഞ്ഞ പാഴ്വാക്കുകൾ കേട്ട് നീ ദുഃഖിതനായി കഴിയാതെ, നീ നിരാശതയായി ജീവിക്കാതെ, ദൈവത്തിന്റെ വാക്കുകളിൽ ബലപ്പെട്ട് കർത്താവിനെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കുക. എല്ലാ നിഷേധാത്മകമായ ചിന്തകളും വിട്ടുകളഞ്ഞ് കർത്താവിന്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധന ആരാധന. മഹത്വപൂർണനായ കർത്താവേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു, കർത്താവാണ് ആയുസ്സിന്റെ ഉറപ്പ്. ഇരുകരങ്ങളും ദിവ്യകാനസ്ഥലിൽ നീട്ടിപ്പിടിച്ച് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. മരണഭയത്തിന്റെ പിടിയിൽ നിന്ന്, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ ഭയത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രവർത്തിക്കണമേ. മരണഭയത്തിൽ നിന്ന്, വിട്ടുമാറാത്ത മരണഭയത്തിൽ നിന്ന് പതിനായിരങ്ങളെ ഈ ആരാധന ശുശ്രൂഷയോടെ വിമോചിപ്പിക്കണമേ. ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, ഞാൻ മരിക്കുമോ, ഇനി എനിക്കധികം ദിവസങ്ങളില്ല, ഞാൻ ഇപ്പോൾ മരിക്കും, എൻ്റെ കുടുംബം അനാഥമാകും, എൻ്റെ മക്കൾക്ക് ഇനി ആരുമില്ല, ഞാൻ സുരക്ഷിതനല്ല, ഞാൻ സുരക്ഷിതയല്ല എന്നുള്ള നിഷേധാത്മകമായ ചിന്തകളിൽ ജീവിക്കുന്ന ആയിരങ്ങളുടെ മേൽ കർത്താവെ കരമുയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അഗ്നിയാൽ അനേകം ബന്ധനങ്ങൾ കത്തിക്കരിഞ്ഞു പോകുന്ന സമയമാണ്. കരങ്ങൾ കോർത്തു പിടിച്ച് കുടുംബമായി നമ്മൾ ഒരുമിച്ച് യേശുവിനെ വിളിക്കുന്നു. യേശുവേ, കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും അനുഗ്രഹവും അഭിഷേകവും സ്നേഹത്തോടെ സ്വീകരിച്ച് നന്ദി പറഞ്ഞ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് കരമുയർത്തി പ്രവർത്തിക്കുന്നതായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യത്തെ ഓർത്ത്, ഞങ്ങൾക്ക് നൽകുന്ന വിടുതലിനെ ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത് നന്ദി കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിച്ച സ്നേഹത്തെ ഓർത്ത് നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളും നമ്മളും. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരും. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ